തന്നെയായിരുന്നു. ഇന്നലെ നമ്മുടെ ഉസ്താദ് ന്യൂസിൽ നിന്നൊരു കഥ പറഞ്ഞു തന്നിരുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഞാനിന്നലെ വരാത്തത് വ്യക്തമായില്ലേ? എന്തായിരുന്നു അത്? എന്തിനെ കുറിച്ചായിരുന്നു ഉസ്താദ് പറയുന്നത്? കാസർഗോഡ് ജില്ലയിലെ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കഥയായിരുന്നു. അതെയോ? അതെനിക്ക് നഷ്ടമായില്ലേ? എനിക്ക് കഥ വലിയ ഇഷ്ടമാണ്. ഒന്ന് പറയാമോ? ആ ചെറിയ കുട്ടിയുടെ കണ്ണ് ഇൻഫെക്ഷനായി 2 കണ്ണും വേർത്ത് വേദന കൊണ്ട് പോകുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത കഥ. എന്തായിരുന്നു കാരണം? മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം. അപ്പോൾ എത്ര അധികമായിരിക്കും മൊബൈൽ ഫോണിന്റെ ഉപയോഗം? അതേ സാറിൽ അവൻ മൊബൈൽ ഫോണിന്റെ അഡിക്റ്റായിരുന്നു. അതെ, ഇപ്പോഴത്തെ കുട്ടികൾ അധികവും മുഴുവൻ സമയം മൊബൈൽ ഫോണിൽ തന്നെയാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഓൺലൈനിൽ മൊബൈലിൽ ഗെയിം കളിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. ഇത് കാരണം വിഭാഗത്തിലും പഠനത്തിലും താല്പര്യം കുറഞ്ഞു വരികയാണ്. സ്വന്തമായി മൊബൈൽ ഫോണുള്ള കുട്ടികൾ ഇന്ന് ധാരാളമുണ്ട്. അതിൽ മാസത്തിൽ നെറ്റ് റീചാർജ് ചെയ്ത് കൊടുക്കാൻ രക്ഷിതാക്കളും തയ്യാറാണ്. നേരത്തെ പറഞ്ഞ കുട്ടിക്ക് 9 വയസ്സ് മാത്രമാണ് പ്രായം. അവൻക്കുണ്ടായിരുന്നത് നോക്കിയവരെ കൂടി ആൻഡ്രോയിഡ് ഫോൺ, കൂടെ ഓൺലൈനിൽ കളിക്കാൻ കുറെ സുഹൃത്തുക്കളും. രക്ഷിതാക്കളുടെ ശ്രദ്ധയും സ്നേഹവും ലഭിക്കാത്തതാണ് കുട്ടികൾ വഴിവേച്ചു പോകാൻ കാരണം. സർവ്വ സ്വാതന്ത്ര്യവും നൽകുന്നതിലൂടെ അവർ തെറ്റും ശരിയും മനസ്സിലാവാതെ പെട്ടുപോവുകയാണ്. ശരിയാണ്, ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് സ്നേഹമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ആവശ്യമുള്ളത് ഏത്, ആവശ്യമില്ലാത്തത് ഏത് എന്നൊന്നും അറിയാതെ കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. കുട്ടികളൊന്ന് കരഞ്ഞാൽ ഫോൺ കൊടുത്ത് കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുന്ന ശീലം എന്ന് നിർത്തുന്നുവോ അന്ന് മുതൽ മാത്രമേ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കുഞ്ഞുനാൾ തൊട്ട് തന്നെ സംഗീതങ്ങളും മ്യൂസിക്കുകളും കോമഡികളും കണ്ടുവരുന്ന കുട്ടികൾക്ക് പിന്നീട് ഒരു ആത്മീയ തിരിച്ചുവരവും പ്രയാസമാണ്. മാത്രമല്ല ഇർഫാൻ, പഠനത്തിൽ വളരെ മുന്നിലായിരുന്ന പല കുട്ടികളും ഇന്ന് മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കാരണം വളരെ പിന്നിലാണ്. പഠനത്തിൽ മാത്രമല്ല, വിവാദത്തെയും ദിക്ർ, ദുആ തുടങ്ങിയവയെല്ലാം ഇത്തരം ആളുകൾക്ക് താല്പര്യമില്ലാതെയാകുന്നു. എന്താണ് ഇർഫാൻ ഇതിന് പരിഹാരമാർഗം? രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ബോധവൽക്കരണം നടക്കണം. നല്ല ആശയമാണ്. എന്നാൽ നമുക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.